ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ PYQ ഡിസ്കഷൻ്റെ 5ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ LDC 2024 കോട്ടയം കോഴിക്കോട് ജില്ലയിൽ നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ്സിൻ്റെ ലെങ്ത് അല്പം കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ പ്രസ്താവന എന്നുള്ളത് നോക്കാം. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 3 പ്രസ്താവനകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളവ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ക്ലാസ്സുകളിലും ഒത്തിരി തവണ നമ്മൾ പഠിച്ചതാണ്. മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തു നിന്നും ഇന്ത്യ കടമെടുത്തതാ? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയമാണെന്നുള്ളത് നമ്മൾ ഒത്തിരി തവണ പഠിച്ചു പോയതാണ്. അപ്പോൾ ഈ ഒരു പ്രസ്താവന ശരിയാണ്. അടുത്തത് നോക്കിയേ, നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 വരുന്നതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇത് ഏത് രാജ്യത്തു നിന്നായിരുന്നു കടമെടുത്തത് മക്കളെ? ഐറിഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു പാർട്ടിലാണ് വരുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാവർക്കും അതിൻ്റെ ഉത്തരം കമന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മക്കളെ ഒന്ന് കമന്റ് ചെയ്തോ. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പറയുന്നത് എന്നുള്ളത് കമന്റ് ചെയ്തോ. ഓക്കെ. അടുത്തത്, നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഈ ഒരു ആശയം പലരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് എന്തെന്ന് പറയുന്നത്, നമ്മൾ കേൾക്കാത്തതും അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, 1ാമത്തെയും 2ാമത്തെയും വന്നിരിക്കുന്നത് ഏത് ഓപ്ഷനിലാണെന്നുള്ളത്. ഓപ്ഷൻ എ ആണ്, 1 and 2 എന്നുള്ളത്. അതായത് ഇത് രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൗലികാവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നും. DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതർവൈസ് നോൺ എസ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയെന്ന് പറയുന്നത്. നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് പോകാം. അതായത് ഇന്ത്യൻ ഭരണഘടന കടം വാങ്ങിയത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നാണ്. ക്രിയാത്മകമായ ആശയങ്ങൾ കൂട്ടിച്ചേർത്തതാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ഭരണഘടന, അതായത് ബൊറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഓർത്തു വയ്ക്കുക. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ബേസ് ആയിട്ട് പഠിക്കുന്നതിൻ്റെ അത് പറയുന്നതാണ് ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടന, ഏറ്റവും ബൃഹത്തായ ഭരണഘടന എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണഘടനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് മക്കളെ. ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടത് കൊണ്ടാണ് ഇത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് ഉണ്ടായത്. അതേപോലെ തന്നെ പല ആശയങ്ങളും പല പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തുകൊണ്ട് തന്നെ അത്രയും ബൃഹത്തായ ഒരു ഭരണഘടന ഉള്ളതും ആർക്ക് തന്നെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് തന്നെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ കടപ്പെടുത്തത് എന്തിനോടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ കടമെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. ഗവർണർ പദവി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവർണർ പദവി എന്ന് പറയുന്നത് ആശയം കടമെടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പബ്ലിക് സർവീസ് കമ്മീഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഫെഡറൽ കോടതി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും
ഉൾക്കൊണ്ട ആശയങ്ങളാണ് ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, അടിയന്തരാവസ്ഥ. ഇത് 4 ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത്, ഈ ഒരു ആശയം ഇന്ത്യ കടം കൊണ്ടത് ജർമ്മനി, അതായത് വെയ്മർ ഭരണഘടനയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നും കടമെടുത്തതാണ്. മൗലികാവകാശങ്ങൾ ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി, അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ എവിടെ നിന്നാ? USA നിന്നും കടമെടുത്തതാണ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി, ഇത് എവിടെ നിന്നാ? USA നിന്നും കടമെടുത്തതാണ്. അടുത്തത് മൗലിക കടമകൾ എന്നത് പറയുന്നത് എവിടെ നിന്നാ? റഷ്യയിൽ നിന്നും കടമെടുത്ത ആശയമാണ് മൗലിക കടമകൾ. അടുത്തത് പഞ്ചവത്സര പദ്ധതി എവിടെ നിന്നാ? റഷ്യയിൽ നിന്നും കടമെടുത്തതാണ്. അപ്പോൾ മൗലിക കടമകൾ, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ റഷ്യയിൽ നിന്നും കടമെടുത്തു. മൗലിക കടമകളും USSR റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. അതേപോലെ തന്നെ പാർലമെന്ററി ജനാധിപത്യം, ഏകപൗരത്വം, നിയമവാഴ്ച, നിയമനിർമ്മാണം, നിയമസമത്വം, സമ്പ്രദായം, രാഷ്ട്രത്തലവൻ, നാമമാത്രമായ അധികാരം, റിട്ടുകള്, ദ്വിമണ്ഡല സഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, CAG, സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഇതെല്ലാം എവിടെ നിന്നാ? ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയമാണ്. ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നതാണിത്, മക്കളെ ഓർത്തു വച്ചോ. പാർലമെന്ററി ജനാധിപത്യം, ഏകപൗരത്വം, നിയമവാഴ്ച, നിയമനിർമ്മാണം, നിയമസമത്വം, സമ്പ്രദായം, രാഷ്ട്രത്തലവൻ, നാമമാത്രമായ അധികാരം, റിട്ടുകള്, ദ്വിമണ്ഡല സഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, CAG, സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഇതെവിടെ നിന്നാ? ബ്രിട്ടനിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റ്, സംയുക്ത സമ്മേളനം, വ്യാവസായിക വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, അത് ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്ത ആശയമാണ്. ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, ഗവർണർമാരുടെ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം, ഇത് കാനഡയിൽ നിന്നും കടമെടുത്ത ആശയമാണ്. ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, ഗവർണർമാരുടെ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം, കാനഡ. ഇനി നിയമ സ്ഥാപിതമായ വ്യവസ്ഥ, അത് ജപ്പാനിൽ നിന്നാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, നിയമസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുക, ഇത് അയർലൻഡിൽ നിന്നും കടമെടുത്തു. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കടമെടുത്തതാണ്. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, അതൊക്കെ ദക്ഷിണാഫ്രിക്ക. റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നമുക്കറിയാം ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചതാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? അതായത് 1789 ജൂലൈ 14 ബാസിൽ ജയിൽ തകർത്തപ്പോൾ അന്ന് മുഴക്കിയ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത്. ഇത് ഏത് വിപ്ലവ? ഫ്രാൻസ് ആണ്. അപ്പോൾ ഫ്രാൻസിൽ നിന്നും കടമെടുത്തതാണ് റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലോക ചരിത്രത്തിൽ ഈ കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ ഏതെങ്കിലും പുതുതായി ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയതായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് നിലനിൽക്കുന്ന തെറ്റുകളെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുരൂപമാക്കുക എന്നത് മാത്രമാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ആണെന്നുള്ളത് ഓർത്തു വച്ചോ. ഇനി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ലോക ചരിത്രത്തിൽ ഇക്കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ ഏതെങ്കിലും പുതുതായി ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതുതായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് നിലനിൽക്കുന്ന തെറ്റുകളെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുരൂപമാകുകയെന്നാണ് മാത്രമാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഓരോ രാജ്യത്തിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ കോഡ് പറയാം. അതായത് മെമ്മറി കോഡ്സ് ആണ്. അമേരിക്കയിൽ നിന്നും ഇന്ത്യ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ മൗലി ECG ആസ്വദിച്ചു എന്ന് ഓർത്താൽ മതി. അപ്പം നമുക്ക്
അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുടെ കോഡാണ് വൈ മൗലി ECG ആസ്വദിച്ചു. എന്തൊക്കെയാണ്? വൈസ് പ്രസിഡന്റ്, അതേപോലെ തന്നെ മൗലിക അവകാശങ്ങൾ, ലിഖിത ഭരണഘടന, അതേപോലെ തന്നെ ഇംപീച്ച്മെന്റ്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ സുപ്രീം കോടതി, അതേപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, അതേപോലെ പിന്നെ വേറെ ഏതാണ് വരുന്നത്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അപ്പോൾ ആമുഖം. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ എന്താണ്? വൈ മൗലി ECG ആസ്വദിച്ചു എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചാൽ എവിടെ നിന്നാ? അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളെ എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. വൈ മൗലി ECG ആസ്വദിച്ചു. വൈസ് പ്രസിഡന്റ്, അതേപോലെ തന്നെ എന്താണ്? മൗലിക അവകാശങ്ങൾ, ലിഖിത ഭരണഘടന, ഇംപീച്ച്മെന്റ്, അതേപോലെ തന്നെ എന്താണ്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, ആമുഖം, അതേപോലെ തന്നെ എന്താണ്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതാന്നുള്ളത് കിട്ടും. ഈ മൗലി ECG ആസ്വദിച്ചു, വൈ മൗലി ECG ആസ്വദിച്ചു എന്ന് പറയുന്ന കോഡ് ഓർത്തിരുന്നാൽ മതി. നമുക്ക് അത്രയും കാര്യങ്ങൾ അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തത് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അടുത്തത് അയർലൻഡിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തവയാണ്. അയർലൻഡ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിർദ്ദേശ തത്വം എന്തെന്നാൽ രാജ്യസഭാ നാമനിർദ്ദേശമാണ്. അപ്പോൾ അയർലൻഡ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിർദ്ദേശിച്ച തത്വം, അയർലൻഡ് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിൽ നിർദ്ദേശിച്ച തത്വം എന്തെന്നാൽ രാജ്യസഭാ നാമനിർദ്ദേശം എന്നാണ്. അപ്പോൾ അയർലൻഡ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിർദ്ദേശിച്ച തത്വം എന്തെന്നാൽ രാജ്യസഭാ നാമനിർദ്ദേശമാണ്. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? ഈ പറയുന്ന അയർലൻഡിൽ നിന്നാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നതും എവിടെ നിന്നാണ്? അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്ത ആശയമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ അയർലൻഡ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ തത്വം എന്തെന്നാൽ രാജ്യസഭ നാമനിർദ്ദേശം എന്നുള്ളതാണ് നമ്മുടെ കോഡ്. ഇഷ്ടമുള്ള ഒരു കോഡ് നോക്കി പഠിക്കുക, അല്ലാത്തവർ എന്ത് ചെയ്യുക? അതെന്താന്നുള്ളത് മാത്രം നോക്കി പഠിച്ചാൽ മതി. അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളുടെ കോഡാണ് വൈ മൗലി ECG ആസ്വദിച്ചു. വൈ മൗലി ECG ആസ്വദിച്ചു എന്നുള്ളതും എന്താണ്? അടുത്ത അയർലൻഡിൽ നിന്നും കടമെടുത്തതാണ് എന്തെന്ന് പറയുന്നത്? അയർലൻഡ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിർദ്ദേശിച്ച തത്വം എന്തെന്നാൽ രാജ്യസഭ നാമനിർദ്ദേശമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ റിട്ടുകൾ എന്ന് പറയുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനാവൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ശരിയായത് എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അതായത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, എന്താണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാന്ന് ചോദിച്ചാൽ റിട്ട് ബ്രിട്ടൻ. അങ്ങനെ തന്നെ ഓർത്തു വെച്ചോ. നമ്മളിതൊക്കെ പറഞ്ഞു പോയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ റിട്ട് എന്ന് പറയുന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റിട്ട് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് നോക്കി. സുപ്രീം കോടതിക്കും അതേപോലെ തന്നെ ഹൈക്കോടതിക്കും മാത്രമേ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. ആ ഒരു പ്രസ്താവന ശരിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ കോടതികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അതിൻ്റെ ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞതാണ്. സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ആർട്ടിക്കിൾ എന്നുള്ളതും ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ എത്രയാണ് ആർട്ടിക്കിൾ എന്നുള്ളതും നമ്മൾ പറഞ്ഞേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രസ്താവന ശരിയാണ്. അടുത്ത് സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനാവൂ. ഈ പ്രസ്താവന തെറ്റാ. അടുത്തത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഇതും എന്താണ്? തെറ്റാണ്. ജില്ലാ കോടതിക്കില്ല, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുള്ളൂ. അപ്പോൾ ആൻസർ 1 മാത്രമാണ്. ഓപ്ഷൻ ഒന്നാമത്തെ
പ്രസ്താവന, ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളതുള്ളൂ. അതേതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്. അതായത് ഒന്ന് മാത്രമാണ് ഇതിൻ്റെ അത് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നുള്ളത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് ബാക്കിയുള്ള എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്നതാണ് റിട്ട്. അപ്പോൾ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്നതാണ് റിട്ട്. റിട്ടുകളെ കുറിക്കുന്ന പദം ഏതു ഭാഷയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. ഭരണഘടനയുടെ 32-ാം അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിക്കും 226-ാം അനുച്ഛേദ പ്രകാരം ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ഭരണഘടനയുടെ 32-ാം അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിക്ക് 32 സുപ്രീം കോടതി, 226 എന്ന് പറയുന്നത് അത് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ്. മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി. മൗലിക അവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഈ അർത്ഥത്തിൽ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിയേക്കാൾ വിശാലമായത് അതുകൊണ്ടാണ്. ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് നിരസ്കരിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിക്ക് നിരസിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 32 പ്രകാരം നമ്മുടെ എന്താണ് സുപ്രീം കോടതിയുടെ അവകാശം, അതായത് സുപ്രീം കോടതിയുടെ മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടിന്, അതായത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാതിരുന്നാൽ ലംഘനം നടന്നു കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിയുടെ അടുത്ത് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള പ്രശ്നപരിഹാരത്തിന് പോകാം. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ മൗലികാവകാശങ്ങളെ നിലവിൽ എന്ത് ചെയ്യുന്നു, ലംഘനത്തിന്റെ കാര്യമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച ഹൈക്കോടതിക്ക് അത് നിരസിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ സുപ്രീം കോടതിക്ക് എന്തില്ല, മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നു കഴിഞ്ഞാൽ അത് നിരസിക്കാനുള്ള അധികാരം ഇല്ല. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഹൈക്കോടതിയുടേത് അതാത് സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ഉള്ളിലാണ് വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഹൈക്കോടതിയുടേതോ അതാത് സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇവയ്ക്കുള്ളിൽ മാത്രമായി കിടക്കുന്നു. ഓക്കെ, ഇനി റിട്ടുകളുടെ എണ്ണം നമുക്ക് നോക്കാം. റിട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 തരം റിട്ടുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എത്ര തരം റിട്ടുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്? 5 തരം റിട്ടുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ് മക്കളെ ഹേബിയസ് കോർപ്പസ്? നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. യു മേ ഹാവ് ദ ബോഡി എന്നാണ് ഏതിൻ്റെ അർത്ഥം? ഹേബിയസ് കോർപ്പസ്, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ശരീരം ഹാജരാക്കാം എന്ന് പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അതായത് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. മൊത്തം റിട്ടുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 5 എണ്ണമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ് ആണ്. അടുത്തതാണ് മാൻഡാമസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ റിട്ട്. മൊത്തം 5 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ രണ്ടാമത്തെയാണ് മാൻഡാമസ് എന്ന് പറയുന്നത്. മക്കളെ, ഈ പറയുന്ന റിട്ട് നമുക്ക് 5 എണ്ണവും പഠിക്കാനുള്ള ഒരു സിമ്പിൾ കോഡാണ്. CPM-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ CPM-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സിന് നമ്മൾ ഷോർട്ട് ഫോമിൽ HQ എന്ന് ഓർത്താൽ മതി. അപ്പോൾ CPM HQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 റിട്ടുകളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ CPM HQ ആണ് എന്തെന്ന് പറയുന്നത്, റിട്ടുകൾ ഉള്ളത്. ആകെ 5 റിട്ടുകളാണ് CPM HQ എന്നുള്ളത്. അപ്പോൾ C for certiorari, P for prohibition, M for mandamus, H for habeas corpus,
ക്യൂ ഫോർ കോ വാറണ്ടോ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? മാൻഡമസ് എന്ന് പറയുന്നത്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട്. അപ്പോൾ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? മാൻഡമസ് എന്ന് പറയുന്നത്. പൊതുസ്ഥാപനം, കീഴ്ക്കോടതിയോ ട്രിബ്യൂണൽ, സർക്കാർ, കോർപ്പറേഷൻ തുടങ്ങിയവയ്ക്കെതിരെയാണ് മാൻഡമസ് പുറപ്പെടുവിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് റിട്ട് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തടയുക. ഓക്കെ, അതായത് തടയുക, തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്, പിൻവലിക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? പ്രൊഹിബിഷൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ കോ വാറണ്ടോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റിട്ടാണ് കോ വാറണ്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്ന റിട്ടാണ് കോ വാറണ്ടോ. കോ വാറണ്ടോ എന്ന പദത്തിന്റെ അർത്ഥമാണ് എന്തധികാരം. അപ്പോൾ കോ വാറണ്ടോ എന്ന പദത്തിന്റെ അർത്ഥം എന്തധികാരമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലാസ്റ്റത്തെയാണ് അഞ്ചാമത്തെ സർഷ്യോററി എന്ന് പറയുന്നത്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സർഷ്യോററി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? സർഷ്യോററി റിട്ട്. അഞ്ചാമത്തെ റിട്ട് എന്ന് പറയുന്നത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നു. സാക്ഷ്യപ്പെടുത്തുക, ടു സർട്ടിഫൈ, വിവരം നൽകുക, ടു ഇൻഫോം എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? സർഷ്യോററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാക്ഷ്യപ്പെടുത്തുക, ടു സർട്ടിഫൈ, വിവരം നൽകുക, ടു ഇൻഫോം എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ടാണ് സർഷ്യോററി റിട്ട് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന റിട്ടുമായി സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ റിട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തു വയ്ക്കുക എന്താണ്? മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനായി കോടതികൾ, അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട് ആകെ എത്ര എണ്ണമാണെന്നുള്ളത് ചോദിച്ചാൽ 5 എണ്ണമാണുള്ളത്. റിട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടനിൽ നിന്നാന്നുള്ളത് ഓർത്തു വയ്ക്കുക. റിട്ട് 5 എണ്ണം ഓർത്തിരിക്കാനുള്ള സിമ്പിൾ കോഡാണ് CPM-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ഓർത്താൽ മതി. CPMHQ എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ C ഫോർ സർഷ്യോററി, P ഫോർ പ്രൊഹിബിഷൻ, M ഫോർ മാൻഡമസ്, H ഫോർ ഹേബിയസ് കോർപ്പസ്, Q ഫോർ കോ വാറണ്ടോ എന്നുള്ളതും ഓർത്തു വെച്ച CPMHQ എന്നുള്ളതാണ് ഇതിൻ്റെ 5 റിട്ടുകളും ഓർത്തിരിക്കാനുള്ള സിമ്പിൾ കോഡ്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ്? 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല, ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന് അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. അപ്പോൾ എന്താണ്? ഓൾ ഓഫ് ദി എബവ് ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. എല്ലാം ശരിയാണ്. 1, 2 and 3. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1993 ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷനുകളുടെ കാവൽക്കാരൻ, അതായത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ്. 1993 ഒക്ടോബർ 12 എന്ത് വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 93 ഒക്ടോബർ 12. ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ വഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചത്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളും നടപടിക്രമങ്ങളും മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 13 പ്രകാരം അന്വേഷണ സമയത്ത് കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമാണ് ഉണ്ടാകേണ്ടത്. കമ്മീഷന്റെ സിവിൽ കോടതി അധികാരങ്ങളാണ് സാക്ഷികളെ സമൻസ് ചെയ്യാനും നിർബന്ധപൂർവം ഹാജരാക്കുകയും ശബ്ദത്തിൽ അവരെ വിസ്തരിക്കുകയും ചെയ്യുക, ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുകയും ഹാജരാക്കുകയും ചെയ്യുക, സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കുക, ഏതെങ്കിലും കോടതിയിലോ ഓഫീസിലോ നിന്ന് ഏതെങ്കിലും പൊതുരേഖയോ അതിൻ്റെ പകർപ്പോ ആവശ്യപ്പെടുക, സാക്ഷികളെ വിസ്തരിക്കുവാനും അതേപോലെ തന്നെ പ്രമാണങ്ങൾ പരിശോധിക്കുവാനും കമ്മീഷനുകൾ പുറപ്പെടുവിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിയമത്തിൻ്റെ വകുപ്പ് 13 പ്രകാരം അന്വേഷണ സമയത്ത് കമ്മീഷൻ ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടാകേണ്ടതാണ്. കമ്മീഷന്റെ സിവിൽ കോടതി അധികാരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത്. ഓക്കെ, ഇനി വകുപ്പ് 14 പ്രകാരം അന്വേഷണം നടത്തുന്ന ആവശ്യത്തിലേക്കായി കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ അന്വേഷണ ഏജൻസിയുടെയോ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. സെക്ഷൻ 17 പ്രകാരം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരാതിയിൽ അന്വേഷണം നടത്തുമ്പോൾ കമ്മീഷന് കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ അതിൻ കീഴിലുള്ള മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ വിവരമോ റിപ്പോർട്ടോ ആവശ്യപ്പെടാവുന്നതാണ്. സെക്ഷൻ 18 പ്രകാരം അന്വേഷണത്തിൽ മനുഷ്യാവകാശ ലംഘനം നടന്നതായി തെളിഞ്ഞാൽ കമ്മീഷന് സർക്കാരിനോടോ ബന്ധപ്പെട്ട അധികാര സ്ഥാപനത്തിനോടോ പരാതിക്കാരനോ പീഡിതനോ ആയ കുടുംബാംഗങ്ങൾക്കോ നഷ്ടപരിഹാരം നൽകുന്നതിന് ശുപാർശ ചെയ്യാവുന്നതാണ്. കൂടാതെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യം ചെയ്ത വ്യക്തിക്കോ വ്യക്തികൾക്കോ എതിരെ പ്രോസിക്യൂഷൻ നടപടികളോ മറ്റു നടപടികളോ ആരംഭിക്കുന്നതിന് കമ്മീഷൻ ശുപാർശ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ. സെഷൻ 18, സെഷൻ 17, സെഷൻ 14 ഈ മൂന്നും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അത്യാവശ്യം വേണ്ട എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞു. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. വന്ന വർഷം 1993. എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 93 ഒക്ടോബർ 12 ആദ്യത്തെ അധ്യക്ഷൻ, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, രംഗനാഥ മിശ്ര എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നിർദ്ദേശക തത്വം നമുക്കറിയാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. മൗലികാവകാശങ്ങൾക്ക് പുറമെ ചില അവകാശങ്ങളാണിവ. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശങ്ങളാണ് ഇവ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ്? നിലവിൽ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് PSC ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷനുകൾ ഇനി പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. നിലവിൽ എന്താണ്? ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. എന്നാലും നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് PSC എക്സാമുകളിൽ പഠിക്കേണ്ട ഫാക്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. നിയമ നിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ഭരണഘടനാ കർത്താക്കൾ അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ ചുരുങ്ങിയ രീതിയിൽ എഴുതി വച്ച സംഭവങ്ങളാണ് ഏതിൻ്റെ അകത്ത് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. അതായത് ഇന്ത്യ കൈക്കൊള്ളേണ്ട അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നേടിയെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു നല്ലൊരു രാഷ്ട്രം രൂപീകരിക്കാനായിട്ട്, ആ സംഭവങ്ങളാണ് ഏതിൽ പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും
പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. നമുക്കറിയാം, ചെറിയ കുട്ടികളെ മുതിർന്ന ആളുകൾ ഉപദേശിക്കാറുണ്ട്. അവര് നേർവഴി നടത്താനും അവർക്ക് എന്ത് ചെയ്യാൻ ഭാവിയിൽ വളരെയധികം നല്ല രീതിയിൽ ജീവിക്കാനും വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു രാഷ്ട്രം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയുന്നതാണ് ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ. എങ്ങനെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി എടുക്കാം എന്നതിനെ കുറിച്ച് പറയുന്നതാണ് ഈ പറയുന്ന ഏതിൻ്റെ അകത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ. 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷന് സാദൃശ്യമുള്ളതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനോട് സാദൃശ്യമുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുകയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രം അറിയപ്പെടുന്നതാണ് ക്ഷേമരാഷ്ട്രം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം 4 എന്തിനെക്കുറിച്ച് പറയുന്നത്? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഭാഗം 4 ഓർത്തു വയ്ക്കുക. നിർദ്ദേശക തത്വങ്ങൾ. ക്ഷേമരാഷ്ട്രം ലക്ഷ്യമിട്ട് രാജ്യം ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന ലക്ഷ്യങ്ങൾ: ജനങ്ങളുടെ സംരക്ഷണവും സേവനവും, പൊതുവിഭാഗങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാ? അയർലൻഡിൽ നിന്നാന്നുള്ളത് ഓർത്തു വയ്ക്കുക. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് എന്തിനെക്കുറിച്ച്? നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറയുന്നത്. 36 to 51 പാർട്ട് ചോദിച്ചാൽ പാർട്ട് ഭാഗം 4 ഓക്കെ. മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ നടപ്പിലാക്കേണ്ട തത്വങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ നടപ്പിലാക്കേണ്ട തത്വമാണ് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് എന്താണ് ലംഘിച്ചു കഴിഞ്ഞാൽ അത് കോടതിയിൽ പോയി നമുക്ക് പരാതിപ്പെട്ട് ശരിയാക്കാനായിട്ട് പറ്റത്തില്ല. ഇത് ന്യായവാദത്തിന് അർഹമല്ല. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അതായത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അപ്പം നോൺ ജസ്റ്റീഷ്യബിൾ ആണ് ഏതെന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ നിർദ്ദേശക തത്വങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഗാന്ധിയൻ അനുച്ഛേദങ്ങളാണ് 40, 43, 43B, 46, 47, 48. സോഷ്യലിസ്റ്റ് അനുച്ഛേദങ്ങളാണ് 38, 39, 39A, 41, 42, 43, 43A, 47. ലിബറൽ ഇന്റലക്ച്വൽ അനുച്ഛേദങ്ങൾ 44, 45, 48, 48A, 49, 50, 51 ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പാർട്ട് 4 വരുന്നത്. 36 to 51 അയർലൻഡിൽ നിന്നും കടമെടുത്ത ആശയമാണ് ഏതെന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള കാര്യവും ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ തന്നിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഏകപൗരത്വം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറക്കൽ. ഏതാണ്? 1 അതേപോലെ തന്നെ 2 ഏകപൗരത്വ നിയമം എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക, ഇതും ഏതിലാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ്. അപ്പോൾ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ഈ 2 ഏകപൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ബാക്കി വസ്തുക്കളിൽ നമുക്ക് നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ ഒറ്റ നോട്ടത്തിൽ. അനുച്ഛേദം 37 നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റീഷ്യബിൾ, കോടതിയിലൂടെ നടപ്പാക്കാൻ സാധിക്കില്ല എന്നാണ് അനുച്ഛേദം 37. നമ്മൾ പറഞ്ഞു 36 to 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്ന അനുച്ഛേദം എന്ന് പറയുന്നത്. വ്യക്തമായല്ലോ. 37 നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല, ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റീഷ്യബിൾ. അനുച്ഛേദം 39D സ്ത്രീക്കും പുരുഷനും തുല്യ ജോലി. അപ്പോൾ
സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിയാണ് 39D. അനുച്ഛേദം 39A തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും. അപ്പോൾ 39A ആണ് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും. അനുച്ഛേദം 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം അനുച്ഛേദം 40. അനുച്ഛേദം 41 തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശം ഉറപ്പുവരുത്താൻ രാഷ്ട്രം അതിൻ്റെ സാമ്പത്തികമായ കഴിവിൻ്റെയും വികസനത്തിൻ്റെയും പരിധിക്കുള്ളിൽ ഫലപ്രദമായ വ്യവസ്ഥ ഉണ്ടാകേണ്ടതാണ് എന്ന് പറയുന്നു. അനുച്ഛേദം 42 നീതിപൂർവമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, പ്രസവാനുകൂല്യം ഉറപ്പുവരുത്തുക. അനുച്ഛേദം 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തുക. 43A വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. 43B ആണ് സഹകരണ സംഘങ്ങൾ രൂപവത്കരിക്കാൻ നടത്തിപ്പ് പ്രമോഷൻ. ഇനി അനുച്ഛേദം 44 ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നു. അടുത്തതാണ് അനുച്ഛേദം 45 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകാൻ രാഷ്ട്രം ശ്രമിക്കേണ്ടത് ആവശ്യമാണ് എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. 46 പട്ടികജാതികളുടെയും പട്ടികഗോത്രവർഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക. അനുച്ഛേദം 48 ഗോവധ നിരോധനം, കൃഷി മൃഗസംരക്ഷണം. അനുച്ഛേദം 48A പരിസ്ഥിതി സംരക്ഷണം, വനം വന്യജീവി സംരക്ഷണം. അനുച്ഛേദം 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവയുടെ സംരക്ഷണം. അനുച്ഛേദം 51 അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കൽ. അപ്പോൾ ഇത്രയാണ് അനുച്ഛേദം 36 മുതൽ 51 വരെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ക്ലാസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കുന്നതാണ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ മൗലികാവകാശങ്ങളോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ സിറ്റിസൺഷിപ്പോ അങ്ങനെ ഏത് ക്ലാസ് വേണമെങ്കിലും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ പോയി കണ്ടാൽ മതി. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ അനുച്ഛേദവും എന്താണെന്നുള്ളത് വരെയും നമ്മൾ പറഞ്ഞാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ PDF നോട്ട് വായിക്കുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബോൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബോളിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പഠിച്ച ഓരോ കാര്യവും നമ്മൾക്ക് തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ബോൾ. അപ്പോൾ പരമാവധി എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. വീക്കിലി നമ്മൾ എല്ലാ ക്ലാസ്സുകളുടെയും റിവിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിവിഷനിലും നിങ്ങൾ പങ്കെടുക്കുക. ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ഓരോ ടോപ്പിക്കും പഠിച്ച് സെറ്റ് ചെയ്ത് അതിൻ്റെ റിവിഷൻ കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു പഠനത്തിൻ്റെ ആവശ്യകതയില്ല. നന്നായി പഠിക്കുക. പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മളിവിടെ റിവിഷൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ പഠിച്ചു പോവുക. വേറെ ടോപ്പിക്സുകൾ ഇതിനും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ തന്നെ ചാനലിൽ അവൈലബിൾ ആണ്. ഒന്ന് പോയി കണ്ടാൽ മതി. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെയും 2 ക്ലാസ്സും നമ്മളിപ്പോൾ നിലവിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക്, ഷെയർ എല്ലാം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകൾക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.